ഒന്നാമത്തെ കഥ നരഭോജികളായ തടവുകാർ. 2016 ഒക്ടോബർ 11 സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. വെനസ്വേലയിലുള്ള ഒരു ജയിലിലെ സന്ദർശന മുറിയിലേക്ക് കാർലോസ് ഹെറേറ എന്ന മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ പ്രവേശിച്ചു. ആ മുറി കാഴ്ചയിൽ ഒരു ഹൈസ്കൂൾ കഫറ്റേരിയയോട് സാമ്യമുള്ളതായിരുന്നു. ടേബിളുകളും കസേരകളും എല്ലായിടത്തും നിരത്തിയിട്ടിരിക്കുന്നു. തടവുകാർക്കും അവരുടെ സന്ദർശകർക്കും ഇരുന്ന് കൂടിക്കാഴ്ച നടത്തുവാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ഒരു ടേബിളിന് മുൻപിൽ ദയനീയമായിട്ടുള്ള രൂപത്തിൽ ഇരിക്കുന്ന ഒരു തടവുകാരനെ അയാൾ കണ്ടു. സത്യത്തിൽ അവനെ കാണുവാനാണ് കാർലോസ് ഇന്നിവിടേക്ക് വന്നത്. അയാളുടെ അടുത്തേക്ക് ചെല്ലും തോറും തടവുകാരൻ്റെ രൂപം കൂടുതൽ വ്യക്തമായിട്ട് വന്നു. അവൻ്റെ കവിളെല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. ശരീരം വല്ലാതെ ശോഷിച്ചിരുന്നു. മുറിവേറ്റതുകൊണ്ട് കയ്യിലും ശരീരത്തും ബാൻഡേജുകൾ ഒട്ടിച്ചിരുന്നു. കാർലോസ് അയാളുടെ അടുത്തേക്ക് നീങ്ങും തോറും സന്ദർശന മുറിയുടെ ചുവരുകളിലും പുറത്തേക്കുള്ള വഴികളിലും നിലയുറപ്പിച്ചിരുന്ന കാവൽക്കാർ അസ്വസ്ഥരാകുന്നത് വ്യക്തമായിട്ടും കാണാം. ഈ കൂടിക്കാഴ്ച അവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ജയിൽ അധികാരികൾ ഇത്രയ്ക്ക് അസ്വസ്ഥരാകുന്നത്? അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ജയിൽ ലോക്ക്ഡൗണിലായിരുന്നു. കാരണം ജയിലിൻ്റെ ഉള്ളിൽ ഒരു സംഘം തടവുകാർ കലാപം നടത്തി. കാവൽക്കാരെ കീഴടക്കി ഒരു മാസം മുഴുവനും ജയിൽ പൂർണ്ണമായിട്ടും അവർ ഏറ്റെടുത്തു. ആക്രമണവും പ്രത്യാക്രമണവും നിറഞ്ഞ ഈ മാസത്തിനിടെ നിരവധി ആളുകൾ മരിച്ചു. ഒരു ഭയാനകമായിട്ടുള്ള മാസമായിരുന്നു കഴിഞ്ഞു പോയത്. ഏതാനും ദിവസമേ ആയിട്ടുള്ളൂ കാവൽക്കാർക്ക് വീണ്ടും നിയന്ത്രണം തിരിച്ചു പിടിക്കുവാനായിട്ട് കഴിഞ്ഞത്. അതേ സമയത്ത് ജയിലിൽ നിറഞ്ഞു നിന്ന ഈ കലാപം പുറത്ത് ചൂടേറിയ വാർത്തയായിട്ട് മാറിയിരുന്നു. ഇപ്പോൾ കടന്നു വന്ന കാർലോസ് ഹെറേറയുടെ മകൻ ജൂനിയർ ഹെറേറ കഴിഞ്ഞ ഒരു വർഷമായിട്ടൊരു കവർച്ചാ കേസിൽ പ്രതിയായിട്ട് ഇതേ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ അയാൾ വന്നത് തൻ്റെ മകനെ കാണുവാനല്ല, പകരം മറ്റൊരു തടവുകാരനെ കാണുവാനാണ്. കാരണം ഈ കലാപത്തിനിടെ കാർലോസ് ജൂനിയർ അപ്രത്യക്ഷനായിരുന്നു. തൻ്റെ മകന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുവാനായിട്ട് അയാൾ സീനിയർ ജയിൽ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും രാഷ്ട്രീയക്കാരെയും അങ്ങനെ തുടങ്ങി എല്ലാവരെയും വിളിച്ചിരുന്നു. പക്ഷെ ആർക്കും ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഒടുവിലാണ് ഇന്ന് കണ്ടുമുട്ടുന്ന ഈ ദയനീയ രൂപത്തിലുള്ള തടവുകാരൻ കാർലോസ് ജൂനിയറിന് എന്താണ് സംഭവിച്ചത് എന്ന് തനിക്കറിയാമെന്നും അതെല്ലാം തുറന്നു പറയാമെന്നും സമ്മതിച്ചത്. അയാൾ ഈ തടവുകാരൻ്റെ ഒപ്പം ടേബിളിൽ ഇരുന്നു. പരസ്പരം പരിചയപ്പെട്ട ശേഷം കാർലോസ് സീനിയർ വളരെ വേഗം ചോദിച്ചു, ദയവായിട്ട് എൻ്റെ മകന് എന്താണ് സംഭവിച്ചത്? അവൻ എവിടെയാണ്? പക്ഷേ ഈ തടവുകാരൻ അയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കും മുൻപായിട്ട് മറ്റൊരു കഥയാണ് പറഞ്ഞത്. ആ കഥ ഇതാണ്. ഡോറൻ ഹെൽ വർഗാസ് എന്ന മറ്റൊരു തടവുകാരൻ്റെ കഥ. വർഗാസ് വെനസ്വേലയിലെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിമിനൽ ആയിരുന്നു. നിരവധി ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. ആ കുറ്റത്തിനാണ് പോലീസ് അവനെ പിടികൂടി ഈ ജയിലിൽ അടച്ചത്. എന്നാൽ സമീപകാലത്ത് ഏതാനും തടവുകാരെ ഒരുമിച്ച് കൂട്ടി അയാൾ ഒരു കലാപം ഉണ്ടാക്കി. വർഗാസും കൂട്ടരും ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സ്വാഭാവികമായിട്ടും വർഗാസ് തന്നെയായിരുന്നു ഈ കലാപത്തിന്റെ നേതാവ്. അവൻ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഒന്നിലേറെ തടവുകാർ അതിന്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ടു. എന്നാൽ അതേ സമയത്ത് അവന്റെ കീഴിലുള്ള അനുയായികൾക്ക് അനധികൃതമായിട്ടാണെങ്കിലും മതിയായിട്ടുള്ള ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ലഭിക്കുന്ന കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. വർഗാസ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ ക്രൂരനായിരുന്നുവെങ്കിലും തന്റെ അനുയായികളെ നന്നായിട്ട് നോക്കിയിരുന്നു. ആ തടവുകാരൻ ഇത്രയും പറഞ്ഞതോടെ കാർലോസ് ഹെറേറ ഹുവാൻ സീനിയർ അയാളോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ചോദിച്ചത് എൻ്റെ മകനെക്കുറിച്ചാണ്. അവൻ എന്തു സംഭവിച്ചു എന്നാണ് എനിക്കറിയേണ്ടത്. അതിനു പകരം നീ മറ്റൊരാളെക്കുറിച്ച് പറയുന്നു. എന്താണിത്? ഉടനെ ആ തടവുകാരൻ തൻ്റെ കയ്യിലെയും മുഖത്തെയും ബാൻഡേജിലേക്കും മറ്റും ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, വർഗാസ് നടത്തുന്ന കലാപത്തിന് ആരെങ്കിലും എതിര് നിന്നാൽ, ആരെങ്കിലും അവൻ്റെ വഴിയിൽ തടസ്സം നിന്നാൽ അവരെ അവൻ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു. അത്തരം ചില സന്ദർഭങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു. ഇത് കേട്ട് കാർലോസ് ഞെട്ടിപ്പോയി. ഒരു നടുക്കത്തോടെ അയാൾ ചോദിച്ചു, ദൈവമേ, എൻ്റെ മകൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ സംഭവിച്ചത്? വർഗാസ് നിന്നെ മർദ്ദിച്ചതുപോലെ അവനെയും മർദ്ദിച്ചോ? അതിലവൻ മരണപ്പെട്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ആ തടവുകാരൻ നിഷേധഭാവത്തിൽ തലകുലുക്കി. എന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം തല താഴ്ത്തി. ഹുവാൻ സീനിയറിന്റെ കണ്ണുകളിൽ നേരിട്ട് നോക്കുവാനായിട്ട് അയാൾക്ക് കഴിയാത്തതുപോലെ പിന്നെ മന്ത്രിക്കും പോലെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മകന് സംഭവിച്ചത് അതിലും ഭയാനകമാണ്. കലാപത്തിനിടെ ഒരു ഘട്ടത്തിൽ ഹുവാൻ ജൂനിയറിനോട് വർഗാസ് അവർക്ക് എന്തോ സഹായം അവൻ ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. വേറെയും തടവുകാർ ഉണ്ടെങ്കിലും താൻ തിരഞ്ഞെടുത്തത് നിന്നെയാണെന്ന് അയാൾ അവനോട് പറഞ്ഞു. അതിനായിട്ട് ഞങ്ങളുടെ സെല്ലിലേക്ക് വരുവാനായിട്ട് അയാൾ ആവശ്യപ്പെട്ടു. കാർലോസ് ജൂനിയർ സ്വമേധയാ പോയതാണോ അതോ അതിന് നിർബന്ധിതനായതാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ വർഗാസ് എന്ത് ആവശ്യപ്പെട്ടാലും മറ്റു തടവുകാർ അതനുസരിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ എന്തു സംഭവിക്കാം. അതുകൊണ്ട് ജൂനിയർ കാർലോസ് വർഗാസ് പറഞ്ഞതനുസരിച്ച് അവരുടെ സെല്ലിലെത്തി. കലാപം കാരണം ജയിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതിനോടകം എല്ലാവരും പട്ടിണിയിലായിരുന്നു. സെല്ലിലെത്തിയ ജൂനിയറിനോട് വർഗാസ്, നീ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു.
അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. താൻ എങ്ങനെ ആഹാരം കണ്ടെത്തുമെന്ന് അയാൾ ചോദിച്ചു. അടുത്ത നിമിഷം, നീ അതിനൊന്നും ചെയ്യണ്ട, നീ തന്നെയാണ് ഞങ്ങളുടെ ആഹാരമെന്ന് പറഞ്ഞ് വർഗാസും കൂട്ടരും കാർലോസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. പിന്നെ അവന്റെ ശരീരം കഷ്ണങ്ങളാക്കി അവർ വീതം വെച്ച് കഴിച്ചു. ഇതാണ് ഹുവാന്റെ മകന് സംഭവിച്ചത്. ഈ കഥ കേട്ട് അയാൾ തകർന്നുപോയി. ജയിലിന് പുറത്തു വന്ന ശേഷം അയാൾ ആദ്യം ചെയ്തത് ഈ ക്രൂരത ലോകത്തെ അറിയിക്കുവാനായിട്ട് ഒരു വലിയ പത്രസമ്മേളനം നടത്തുകയായിരുന്നു. നിരവധി ദൃക്സാക്ഷികൾ ഈ കേസിൽ ഉണ്ടായിരുന്നിട്ടും വെനസ്വേല ഗവൺമെന്റ് നരഭോജന ആരോപണം നിഷേധിച്ചു. അതുകൊണ്ട് ആർക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നില്ല. ഡോറൻ ഹെൽ വർഗാസ് ഇപ്പോഴും ജയിലിൽ തന്നെയുണ്ട്. കാർലോസ് ജൂനിയറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കുറ്റവും അവന്റെ മേൽ ചുമത്തപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, അയാളുടെ ജഡം ഇന്നുവരെയും കണ്ടു കിട്ടിയിട്ടുമില്ല. തന്റെ മകനെ എന്ത് സംഭവിച്ചു എന്ന യാഥാർത്ഥ്യം കണ്ടെത്തുവാനായിട്ട് അയാൾ ഇന്നും പോരാട്ടം നടത്തുന്നു, മറ്റൊരു ഈശ്വരവാര്യരെ പോലെ. രണ്ടാമത്തെ കഥ ഏലിയൻ അബ്ഡക്ഷൻ എന്ന് പറയപ്പെടുന്നതും ഇന്നും ഉത്തരമില്ലാത്ത വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കഥയാണ്. 1962 ഓഗസ്റ്റ് 19 രാത്രി 8 മണി സമയം ബ്രസീലിലെ ഒരു ഗ്രാമപ്രദേശത്തെ കുടിലിന്റെ പ്രധാന മുറിയിലെ അടുപ്പിനരികെ 12 വയസ്സുള്ള റായ്മുണ്ടോ മാർഫ ഡിൽവ എന്ന ആൺകുട്ടിയും അവന്റെ പിതാവായിട്ടുള്ള റെവലിനോയും ഇളയ 2 സഹോദരങ്ങളും ഇരുന്നു. അവന്റെ ഇളയ 2 അനുജന്മാർ പ്രധാന മുറിയിലുള്ള കിടക്കുകളിൽ തീയിൽ നിന്നും ഏതാനും അടി അകലെയായിട്ട് ഉറങ്ങുകയായിരുന്നു. റായ്മുണ്ടോയുടെ കുടുംബം വളരെ ദരിദ്രമാണ്. ആ കുടിലാകട്ടെ വളരെ ചെറുതുമായിരുന്നു. 2 മുറികൾ മാത്രമേ അവിടെയുള്ളൂ. അവർ ഇപ്പോൾ ഇരിക്കുന്ന പ്രധാന മുറിയും പിന്നെ ഒരു അടുക്കളയും. അവർ താമസിച്ചിരുന്നത് ബ്രസീലിന്റെ വിദൂര പ്രദേശത്താണ്. വൈദ്യുതിയില്ല, പണമാകട്ടെ ഒട്ടുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അന്ന് രാത്രിയിൽ റായ്മുണ്ടോ തീയുടെ അരികെ നിശബ്ദനായിട്ടിരിക്കുകയായിരുന്നു. കാരണം അവന് മറ്റൊന്നും ചെയ്യുവാനില്ല. അവന്റെ പിതാവ് റെവലിനോ അപ്പോൾ അടുക്കളയിൽ നിന്നും പ്രധാന മുറിയിലേക്ക് വന്നു. എന്നിട്ട് അവന്റെ അരികിൽ ഇരുന്നു. ഇരുവരും നിശബ്ദരായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കമ്പുകൊണ്ട് തീ ഇളക്കി ചൂടും ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഇളയ സഹോദരന്മാരെ ഉണർത്താതെ ഇരിക്കുവാനായിട്ട് റായ്മുണ്ടോ ശ്രദ്ധിക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് റായ്മുണ്ടോ അടുക്കളയിൽ നിന്നും ഒരു വിചിത്ര ശബ്ദം കേട്ടത്. അവൻ ആ ഇരുണ്ട അടുക്കളയിലേക്ക് നോക്കി. പെട്ടെന്ന് ഒരു ഇരുണ്ട രൂപം 4 കാലിൽ വേഗത്തിൽ അവിടെ നിന്ന് നീങ്ങിയത് അവൻ കണ്ടു. റായ്മുണ്ടോ വല്ലാതെ ഭയന്നു. അതെന്താണെന്ന് അവന് യാതൊരു ഊഹവുമില്ലായിരുന്നു. അവൻ പേടിച്ച് പിതാവിന്റെ നേർക്ക് തിരിഞ്ഞു. റെവലിനോയും ആ കാഴ്ച കണ്ടിരുന്നു. അയാളും വിരിഞ്ഞ കണ്ണുകളോടെ അടുക്കളയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. റായ്മുണ്ടോ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യും മുൻപായിട്ട് വേഗം അവന്റെ പിതാവ് എഴുന്നേറ്റ് അടുക്കളയിൽ നിന്നും അവരെ വേർതിരിക്കുന്ന വാതിൽ അടച്ചു പൂട്ടി. അപ്പോഴേക്കും ഇളയ 2 സഹോദരന്മാരും ഉണർന്നിരുന്നു. എല്ലാവരും പരസ്പരം നോക്കി. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു. റായ്മുണ്ടോ തന്റെ പിതാവിനോട് ചോദിച്ചു, അത് എന്തായിരുന്നു? റെവലിനോയാകട്ടെ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം അവർക്ക് വളർത്തു മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുടിലിന്റെ ഉള്ളിൽ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായുമില്ല. എങ്കിലും തന്റെ മക്കളോട് അയാൾ ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. എന്താണതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. വാതിൽ പൂട്ടിയതുകൊണ്ട് നമ്മൾ സുരക്ഷിതരാണ്. കുട്ടികൾ പിതാവിന്റെ വാക്കുകളെ വിശ്വസിച്ചു. എല്ലാവരും ഒന്നിച്ച് ചുരുണ്ടുകൂടി നിശബ്ദമായിട്ടിരുന്നു. എന്നിട്ട് മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാത്തിരുന്നു. കുറച്ചു നേരം അങ്ങനെ കടന്നുപോയി. അടുക്കളയിൽ നിന്നും യാതൊരു ശബ്ദവും കേട്ടില്ല. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ റെവലിനോയും മക്കളും പുറത്തുനിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി. ആദ്യം ആ ശബ്ദങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് വ്യക്തമായില്ല. അത് അവ്യക്തമായിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുവാൻ കഴിഞ്ഞു. പുറത്തുള്ളത് അത് എന്താണെന്ന് അറിയില്ല. അത് ഒന്നിലധികം ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അവർ റെവലിനോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അയാളുടെ പേരവർ പറയുന്നത് അവർക്ക് വ്യക്തമായിട്ടും കേൾക്കാമായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, റെവലിനോ ഇവിടേക്ക് വന്നാൽ ഞങ്ങൾ അവനെ കൊല്ലും. അപ്പോൾ കുട്ടികൾക്ക് പുറത്ത് ആരോ ഉണ്ടെന്നും അവർ തങ്ങളുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മനസ്സിലായി. അച്ഛാ, ഞങ്ങൾ എന്തു ചെയ്യണമെന്നവർ ചോദിച്ചു. റെവലിനോയും ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ മക്കളോട് പറഞ്ഞു, കുഴപ്പമില്ല, പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരോ നമ്മളെ ഭയപ്പെടുത്തുവാനായിട്ട് വല്ല തമാശയും ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം അയാൾ മക്കളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഈ മുറിയിൽ നിങ്ങൾ സുരക്ഷിതരാണ്. സൂര്യൻ ഉദിക്കും വരെ കാത്തിരിക്കാം. പിന്നീട് ഈ തമാശ കാണിച്ചത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ റെവലിനോയും മക്കളും ഉറങ്ങാതെ രാവിലെ 6 മണി വരെ ആ മുറിയിൽ കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും സൂര്യൻ ഉദിക്കുവാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ റെവലിനോ തന്റെ മക്കളോട് അവിടെ തന്നെ ഇരിക്കുവാനായിട്ട് പറഞ്ഞു. എന്നിട്ട് താൻ പുറത്തേക്ക് പോയിട്ട് പരിശോധിക്കുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ ശബ്ദങ്ങൾ നിലച്ചിരുന്നു. അടുക്കളയിൽ നിന്നും മറ്റു ശബ്ദങ്ങളൊന്നും വന്നിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ അവരെ ഭയപ്പെടുത്തിയത് എന്താണെങ്കിലും അതിപ്പോൾ പോയതായിട്ട് അവർക്ക് തോന്നി. കുട്ടികൾ പറഞ്ഞു, ശരി അച്ഛാ, ശ്രദ്ധിക്കണം. റെവലിനോ അടുക്കളയിലേക്കുള്ള വാതിലിന്റെ നേർക്ക് നടന്നു. അത് തുറന്ന് തല അകത്തേക്ക് നീട്ടി. എന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി.
പ്രകാശം മരിച്ചരിച്ച് അവിടെ വീഴുന്നുണ്ട്. അവിടെ ഒന്നും ഉള്ളതായിട്ട് കണ്ടില്ല. അയാൾ കുട്ടികളോട് നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. റെയ്മുണ്ടോയും സഹോദരന്മാരും ഉത്കണ്ഠയോടെ കാതോർത്തിരിക്കുകയായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയുവാനായിട്ട്. അവർ കേട്ടത് അവരുടെ പിതാവ് അടുക്കളയിൽ നടക്കുന്ന ശബ്ദം മാത്രമായിരുന്നു. യാതൊരു കോലാഹലവും ഉണ്ടായിരുന്നില്ല. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം റെവലിനോ ആൺകുട്ടികൾ ഇരിക്കുന്ന പ്രധാന മുറിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അയാളുടെ കൈവശം ഒരു കത്തി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇത് ഞാൻ അടുക്കളയിൽ നിന്നും എടുത്തതാണ്, ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഒന്നുമില്ല. ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ട് കുടിലിൻ്റെ പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് അയാൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. വാതിലടച്ചു. അതിനുശേഷം പുറത്തേക്കുള്ള വാതിൽ അയാൾ തുറക്കുന്ന ശബ്ദം കുട്ടികൾ വളരെ വ്യക്തമായിട്ടും കേട്ടു. അതെ, റെവലിനോ പുറത്തേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം കുട്ടികൾ അയാളെ കണ്ടിട്ടില്ല. തങ്ങളുടെ പിതാവിനോട് അവർ അവസാനമായിട്ട് സംസാരിച്ചതും അന്നാണ്. ഈ സംഭവം നടന്ന 6 മാസങ്ങൾക്ക് ശേഷം 1963 മാർച്ച് 10 റായ്മുണ്ടോയുടെ കുടിലിന്റെ അടുത്തുള്ള വനത്തിൽ 5 വേട്ടക്കാർ വേട്ടയാടുവാനായിട്ട് പോയി. അവർ ഒരു വലിയ പാറയുടെ സമീപം എത്തി. ഈ പാറയിൽ ഒരു വലിയ വിള്ളലുണ്ടായിരുന്നു. ഒരു വേട്ടക്കാരൻ ആ വിള്ളലിന്റെ സമീപത്തു കൂടി കടന്നു പോയപ്പോൾ അവിടെ ഒരു അസ്ഥികൂടം കിടക്കുന്നത് കണ്ടു. ആ അസ്ഥികൂടം റെവലിനോടെ ആയിരുന്നു, റായ്മുണ്ടോയുടെ പിതാവിന്റെ. എന്നാൽ ഈ കഥ ഇവിടം കൊണ്ടും അവസാനിച്ചില്ല. അന്ന് രാവിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു. റെവലിനോ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കാണാതായ ദിവസം റായ്മുണ്ടോയുടെ സഹോദരന്മാരോടും അവിടെ തന്നെ ഇരിക്കുവാനായിട്ട് അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ തന്റെ പിതാവ് പുറത്തേക്ക് പോയതു മുതൽ റെയ്മുണ്ടോ വല്ലാതെ ഉത്കണ്ഠാകുലനായി. അവൻ പിതാവിന്റെ നിർദ്ദേശം അവഗണിച്ച് അടുക്കളയിലേക്കുള്ള വാതിൽ തുറന്നു. അപ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു. അപ്പോഴവന്റെ പിതാവ് വീടിന് പുറത്തായിട്ട് കാണപ്പെട്ട ഒരു വലിയ മഞ്ഞ പുക മേഘത്തിന് നേർക്ക് നടക്കുന്നത് അവൻ കണ്ടു. ഈ പുകയുടെ ഉള്ളിലായിട്ട് വായുവിൽ പറക്കുന്ന, വട്ടത്തിൽ കറങ്ങുന്ന, പുക പുറപ്പെടുവിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള തിളങ്ങുന്ന എന്തോ ഒന്നുണ്ടായിരുന്നു. റായ്മുണ്ടോയ്ക്ക് താൻ എന്താണ് കാണുന്നത് എന്ന് ഒരു ഊഹവുമില്ല. പക്ഷേ തന്റെ പിതാവ് ആ മേഘത്തിലേക്ക് നടക്കുകയാണ്. പിന്നെ ആ പുക വളരെ ശക്തമായി. അതവന്റെ പിതാവിനെ പൂർണ്ണമായിട്ടും മറച്ചു. അയാൾ അതിൽ അപ്രത്യക്ഷനായി. അപ്പോൾ റായ്മുണ്ടോ അച്ഛാ, എവിടേക്കാണ് പോകുന്നത് എന്ന് വിളിച്ചുകൊണ്ട് തന്റെ പിതാവിനെ തടയുവാനായിട്ട് ഓടുവാൻ ശ്രമിച്ചു. അതേ സമയത്ത് നീ അവിടേക്ക് പോകുവാനായിട്ട് പാടില്ല എന്ന് ആരോ തന്നെ തടയും പോലെ അവന് തോന്നി. പെട്ടെന്ന് ആ പുക അപ്രത്യക്ഷമായി. സിലിണ്ടറുകളും മറഞ്ഞു. അതോടൊപ്പം അവന്റെ പിതാവും. റായ്മുണ്ടോ വീടിന് ചുറ്റും ഓടി നടന്ന് തന്റെ പിതാവിനെ വിളിച്ചു. എല്ലായിടത്തും തിരഞ്ഞു. പക്ഷെ അയാളുടെ ഒരു അടയാളവും കണ്ടെത്തുവാനായില്ല. ഉടനെ റായ്മുണ്ടോയും അവന്റെ സഹോദരന്മാരും അധികാരികളെ കാര്യങ്ങൾ അറിയിച്ചു. അവർ തിരച്ചിൽ ആരംഭിച്ചു. ദിവസങ്ങളോളം ആ പാറയ്ക്ക് സമീപത്തുള്ള പ്രദേശം മുഴുവനും അവർ തെരഞ്ഞതാണ്. പക്ഷേ റെവലിനോയെ കണ്ടെത്തുവാനായില്ല. ഒടുവിൽ അവർ ആ തിരച്ചിൽ ഉപേക്ഷിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ആ വിള്ളലിൽ നിന്നും അയാളുടെ അസ്ഥികൂടം കണ്ടെത്തി. ഇന്നുവരെ റെവലിനോയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നോ അവൻ ആ പാറയുടെ വിള്ളലിൽ എങ്ങനെ എത്തിയെന്നോ ആർക്കും അറിയില്ല. അതുപോലെ റെവലിനോ അപ്രത്യക്ഷനാകും മുൻപ് രാത്രിയിൽ അവരുടെ അടുക്കളയിൽ നീങ്ങിയ ആ രൂപത്തിനെക്കുറിച്ചോ റെവലിനോയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശബ്ദങ്ങളെക്കുറിച്ചോ റായ്മുണ്ടോ കണ്ട മഞ്ഞ പുക പുറപ്പെടുവിച്ച ആകാശത്ത് പറക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ ആർക്കും ഒരു ഊഹവുമില്ല. നമുക്കറിയാവുന്നത് ഇത്ര മാത്രമാണ്. റെവലിനോ അപ്രത്യക്ഷനായി. 6 മാസങ്ങൾക്ക് ശേഷം ഒരു വിള്ളലിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെടുക്കപ്പെട്ടു. അത്രമാത്രം. മൂന്നാമത്തെ കഥ, ചുവരിൽ നിന്നും ഒരു നിലവിളി. 2018 ജൂൺ 1 ഉച്ച കഴിഞ്ഞ സമയം 36 വയസ്സുള്ള ലൂയിസ് ഗാർസിയ തൻ്റെ മൂത്ത സഹോദരനെ കാണുവാനായിട്ട് മെക്സിക്കോ സിറ്റിയിലേക്ക് പോയി. അവർ രണ്ടുപേരും വളരെ അടുപ്പമാണ്. ചെറുപ്രായം തൊട്ടേ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് അനുഭവിച്ച് വളർന്നവരാണ്. ലൂയിസിന് 14 വയസ്സും അവൻ്റെ മൂത്ത സഹോദരന് 15 വയസ്സും പ്രായമുള്ളപ്പോൾ അവരുടെ മാതാപിതാക്കൾ വിവാഹമോചനം നേടി. അതോടെ അവരുടെ പിതാവ് അവരെ ഉപേക്ഷിച്ചു പോയി. പിന്നീട് അവർ ഒരിക്കലും അയാളെ കണ്ടിട്ടില്ല. അതിനു തൊട്ടു പിന്നാലെ അവരുടെ അമ്മ വീണ്ടും വിവാഹം കഴിച്ചു. അവളുടെ പുതിയ ഭർത്താവ് കുടുംബത്തോടൊപ്പം താമസിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ അതിനു തൊട്ടു പിന്നാലെ അവരുടെ അമ്മയും അപ്രത്യക്ഷയായി. തങ്ങളുടെ അമ്മ കാണാതായ ദിവസം ഈ കുട്ടികൾ രണ്ടാനച്ഛനോട് അമ്മ എവിടെയാണെന്നും എവിടേക്കാണ് പോയത് എന്നും ചോദിച്ചു. അതിനുത്തരമായിട്ട് അയാൾ പറഞ്ഞത്, എനിക്കറിയില്ല, അവൾ എന്തോ കാര്യത്തിനായിട്ട് പുറത്തേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആ ആൺകുട്ടികൾക്ക് അവരുടെ രണ്ടാനച്ഛനിൽ വലിയ സംശയം തോന്നി. കാരണം അവരുടെ അമ്മ അവരെ ഉപേക്ഷിക്കുമെന്ന് അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതായിരുന്നു, അവരുടെ അമ്മ അപ്രത്യക്ഷയായിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം രണ്ടാനച്ഛനും അപ്രത്യക്ഷനായി. അതോടെ ഈ കൗമാരക്കാർ തനിച്ചായി. സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി ജീവിക്കേണ്ട അവസ്ഥയായി. അവർ വേഗം പോലീസിനെ ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ രണ്ടാനച്ഛന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരിക്കും. എല്ലാവരും ഞങ്ങളെ ഉപേക്ഷിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവരുടെ അമ്മയെ അവർ കഴിയും പോലെ തിരഞ്ഞു. പക്ഷേ അവർക്ക് അവളെയോ രണ്ടാനച്ഛനെയോ
അവരുടെ യഥാർത്ഥ പിതാവിനെയോ കണ്ടെത്തുവാനായില്ല. ഒടുവിൽ അവർ അന്വേഷണം അവസാനിപ്പിച്ചു. ചുരുക്കത്തിൽ 2 കുട്ടികളും അനാഥരായി. അവർ സ്വന്തമായിട്ട് ജീവിക്കുവാൻ പഠിച്ചു. എന്നാൽ ഒരിക്കലും തങ്ങളുടെ അമ്മയെ തിരയുന്നത് നിർത്തിയില്ല. ഏകദേശം 2 ദശാബ്ദങ്ങളോളം അവർ മെക്സിക്കോ സിറ്റിയിൽ അവരുടെ അമ്മയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അവർക്കൊരിക്കലും ഒരു ഉത്തരവും കിട്ടിയില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അന്നേ ദിവസം ആ 2 സഹോദരന്മാരും അവരുടെ അമ്മയെ തിരയുവാൻ വേണ്ടിയല്ല അവിടെ ഒത്തുകൂടിയത്. അവരുടെ ബാല്യകാലം ചിലവിട്ട ആ വീട്ടിൽ, അമ്മയുടെ ഓർമ്മകൾ ഉള്ള ആ വീട്ടിലാണ് അവർ എത്തിയത്. നിരവധി ഓർമ്മകൾ അവർക്ക് ആ വീടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അമ്മ, രണ്ടാനച്ഛൻ, യഥാർത്ഥ പിതാവ്. ഒടുവിൽ അവരുടെ അഭാവത്തിൽ ആ 2 കുട്ടികളും ആ വീട്ടിൽ തനിച്ച് ജീവിച്ച കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും. പിന്നീട് മുതിർന്നപ്പോൾ അവർ സ്വന്തം ജീവിതം കണ്ടെത്തുവാനായിട്ട് വീട് വിട്ട് പല വഴിക്ക് പോയി. പക്ഷെ ആ വീട് മാത്രം അവർ വിറ്റില്ല. ഇപ്പോഴവർ വന്നത് ആ വീട് വൃത്തിയാക്കുവാനും എന്നിട്ട് പുതുക്കി പണിയുവാനും, ഒരു പക്ഷെ നല്ല വില കിട്ടുകയാണെങ്കിൽ വിൽക്കാമെന്ന് വിചാരിച്ചുമായിരുന്നു. അവർ അകത്തേക്ക് നടന്നു. ചുവരുകളിൽ അപ്പോഴും പഴയ കുടുംബ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകളാണത് നൽകിയത്. അവയിൽ പലതും വളരെ സങ്കടകരവും വേദനാജനകവുമായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ തീരുമാനിച്ചു, ഈ സ്ഥലം വൃത്തിയാക്കണം. മാത്രവുമല്ല, ഇവിടെ ചില അടിസ്ഥാന പുതുക്കി പണികളും ആവശ്യമാണ്. വർഷങ്ങളായിട്ട് ഈ വീട് അനാഥമായിട്ട് കിടക്കുകയാണ്. ഇത് നശിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നമുക്കിത് ശരിയാക്കിയെടുക്കാം. വീട് വിൽക്കണ്ട. അടുത്ത ഏതാനും ദിവസങ്ങളിൽ അവർ ചില കോൺട്രാക്ടർമാരെ വിളിച്ച് കരാർ ഏൽപ്പിച്ചു. അവർ വീട്ടിൽ വന്ന് പുതുക്കി പണികൾ ആരംഭിച്ചു. അതേ സമയത്ത് സഹോദരന്മാർ വീട് വൃത്തിയാക്കുകയും സാധനങ്ങൾ പാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ കോൺട്രാക്ടർമാർ മാസ്റ്റർ ബെഡ്റൂമിൽ ജോലി ചെയ്യുകയാണ്. അതേ സമയത്ത് ഈ സഹോദരന്മാർ ലിവിംഗ് റൂമിൽ അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും വലിയൊരു ബഹളം കേട്ടു. ഒരു ജോലിക്കാരൻ ആ സഹോദരന്മാരെ ഉച്ചത്തിൽ വിളിച്ച്, വേഗം ഒന്നിവിടേക്ക് വരൂ, ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണൂ എന്ന് നിലവിളിച്ചു. 2 പേരും ചാടി എഴുന്നേറ്റ് മാസ്റ്റർ സ്യൂട്ടിലേക്ക് ഓടി. അവരപ്പോൾ നിലത്ത് കിടക്കുന്ന എന്തോ ഒന്ന് കണ്ടു. ആദ്യം അത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ ആ ജോലിക്കാരനൊന്ന് ശാന്തനായ ശേഷം അവർക്കത് എന്താണെന്ന് വിശദീകരിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആ സഹോദരന്മാർക്ക് അവരുടെ അമ്മയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി. അവരുടെ അമ്മ ഒരു ദിവസം പുറത്തുപോയി തിരിച്ചു വരാതിരുന്നത് അവരെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടായിരുന്നില്ല. പകരം അവൾ കയ്യും കാലും കെട്ടപ്പെട്ട് വായിൽ തുണി തിരികിയ നിലയിൽ അവരുടെ വീടിന്റെ ചുവരിന്റെ ഉള്ളിൽ ഒളിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇത് കണ്ടെത്തിയതാകട്ടെ 2 ദശാബ്ദങ്ങൾക്ക് ശേഷം ആ ജോലിക്കാരൻ ആ വീട്ടിൽ പുതുക്കിപ്പണി നടത്തുമ്പോൾ മാത്രമാണ്. മാസ്റ്റർ സ്യൂട്ടിലെ ചുവരിൽ അയാൾ ചുറ്റിക വെച്ച് തല്ലിയപ്പോഴാണ് അവിടെയുള്ളൊരു ഭാഗം മാത്രം പൊള്ളയാണെന്ന് മനസ്സിലായത്. ആ ഭാഗം അയാൾ അടിച്ചു പൊളിച്ചു. അപ്പോഴാണ് ഒരു വെളുത്ത വസ്തു ചുവരിൽ നിന്നും താഴേക്ക് വീണത്. അത് കാണാതായ അവരുടെ അമ്മയുടെ തലയോട്ടിയായിരുന്നു. ഒടുവിൽ ചുവർ പൂർണ്ണമായിട്ടും പൊളിച്ചപ്പോൾ അവർക്ക് അവളുടെ ശേഷിക്കുന്ന അസ്ഥികൂടം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും ഞെട്ടിപ്പിച്ചത്, ആ ചുവരിൽ ഒരുപാട് തവണ മാന്തിയതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. തന്റെ മക്കൾ തന്നെ തിരയുന്ന സമയമെല്ലാം അവൾ ആ ചുവരിന്റെ ഉള്ളിലായിരുന്നു. തന്റെ മക്കളുടെ ശ്രദ്ധ ആകർഷിക്കുവാനും തന്നെ രക്ഷിക്കുവാനുമാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ കഷ്ടകാലത്തിന് ആർക്കും അവളെ കേൾക്കുവാനോ കണ്ടെത്തുവാനോ കഴിഞ്ഞില്ല. ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലിനെ തുടർന്ന് 2 സഹോദരന്മാരും മെക്സിക്കോ സിറ്റിയിലെ പോലീസിനെ സമീപിച്ച് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. പോലീസ് വീട്ടിലെത്തി എല്ലായിടവും പരിശോധിച്ചു. അവരുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും ആരാണ് അവളെ കൊന്നത് എന്നും കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് ആ കേസ് പരിഹരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പോലീസിന് തുടക്കത്തിലെ അവരുടെ രണ്ടാനച്ഛൻ്റെ മേൽ സംശയമുണ്ടായിരുന്നു. അവരുടെ അമ്മ അപ്രത്യക്ഷയായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാളും അപ്രത്യക്ഷനായതുകൊണ്ടാണത്. പക്ഷേ അവർക്ക് അവനെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവനായിരിക്കും. ഒരു പക്ഷേ ഇതിനോടകം മരിച്ചും പോയിരിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ കഥകൾ.